നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയായ വ്യക്തിയാണ് ഗായികയും നടിയുമായ മനീഷ കെ.എസ്. ഈ ഷോയ്ക്ക് ശേഷവും വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന മനീഷ തനിക്കും ഒരു സഹപ്രവർത്തകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അന്ന് താൻ പ്രതികരിച്ച് സംഭവത്തിൽ തീർപ്പ് ഉണ്ടാക്കിയെന്നും പ്രതികരിക്കാനുള്ള ശേഷി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നും മനീഷ പറയുന്നു. ശരിക്കുള്ള ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും മനീഷ ആവശ്യപ്പെടുന്നു. മനീഷ ഇങ്ങനെയാണ് പറയുന്നത്: ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടണം, ശരിക്കുള്ള ക്രിമിനലുകൾക്ക് ശിക്ഷയും കിട്ടണം. ഇതിൻ്റെ ഇടയിൽ പലതും അമർന്നു പോവുകയും പലതും അനാവശ്യമായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ചിലർ പ്രതികരണങ്ങൾ മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസനീയത എന്നത് ഇല്ലാതാവുകയാണ്. ശരിക്കുള്ള ഇരകൾ കഷ്ടപ്പെടുന്നുമുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇതൊരു വലിയ തുടക്കമാണ്. വയനാട് ദുരന്തം എല്ലാവരും മറന്നു. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെ പറ്റിയാണ്. സിനിമാ ലോകത്ത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ? ഒരു കുടുംബം എടുത്തു നോക്കിയാലും അവിടെയും ഇതില്ലേ? ശാരീരിക പീഡനം എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, പുരുഷന്മാരും അത് അഭിമുഖീകരിക്കുന്നുണ്ട്. കലാകാരന്മാർക്ക് സുരക്ഷിതമായി ജീവിച്ചു പോകാൻ സാധിക്കുന്നതിനുള്ള മാർഗമാകട്ടെ ഇത്. മനസ്സുകൊണ്ട് നമ്മൾ കരുത്തരാവുക എന്നതാണ്. 10 വർഷത്തിന് ശേഷമല്ല ഒരു പീഡന വിവരം പുറത്തു വരേണ്ടത്. സംഭവം നടക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. 10 വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ അതിൻ്റെ വിശ്വസനീയത നഷ്ടപ്പെടും. അതിൽ ഒരു ന്യായമില്ലായ്മ സ്ത്രീകൾക്ക് പോലും തോന്നാറുണ്ട്. പ്രതികരിക്കാനുള്ള ആർജവം എല്ലാ സ്ത്രീകളിലും ഉണ്ടാകണം. അതിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനീഷ പറയുന്നു. സഹപ്രവർത്തകനിൽ നിന്ന് തന്നെയാണത്. ആ ദുരനുഭവം ഞാൻ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചു. അയാളുടെ ഭാഗത്തു നിന്ന് ക്ഷമയും ഇനിയൊരു ശല്യവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടാക്കി. പിന്നീട് അയാളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് പോലും എനിക്കുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ എല്ലാ സ്ത്രീകൾക്കും എവിടെ നിന്നെങ്കിലുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതിനെ എതിർക്കാനുള്ള മരുന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കയറി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീ ആദ്യം ആർജിച്ചെടുക്കണം. നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മുതലക്കണ്ണീർ ഒഴുക്കാതെ ജനുവിനായി കണ്ണീർ ഒഴുക്കുന്നവരുടെ മുന്നിൽ നീതിദേവത കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ഇരുന്നിരുന്നു എങ്കിൽ, എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ 100ാമത്തെ പടം ആഘോഷിച്ചേനെ. ഇല്ലെങ്കിൽ 2 നില കെട്ടിടവും ഒരുപാട് സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ഉണ്ടാക്കിയേനെ. എനിക്ക് മാന്യത ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം മതി എനിക്ക് അവസരം. പട്ടിണി കിടന്നാലും അഭിമാനത്തോടെ മരിക്കും എന്നാണ്. ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു മനീഷയുടെ ഈ പ്രതികരണങ്ങൾ.